ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഒനിലിൻ്റെ വിഷയമാണ്. ഒനിലിന് ഞാൻ മുൻപ് കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒനിൽ ചെയ്ത കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് ഈ പുരോഗമനവാദമൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന ഒരു ഇതാണ് കണ്ടത്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പോലെ ഈ നുണയും കുനഷ്ടവും കുന്നായ്മയും പറയുന്നത് ഒനിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒനിലിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇന്ന് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തൊരു രീതി ഉണ്ടല്ലോ, ശരി ഒണ്ണാക്കി കിട്ടുന്നുണ്ട് ആര്യൻ്റെ കയ്യിൽ നിന്നുണ്ട്. അത് ആര്യൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ പിന്നെയാണ്. പക്ഷെ ഇന്ന് ആര്യൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഒനിലിന്. ഒരു ഫുഡ് എടുത്തതിനാണ്, അതും ആര്യൻ എടുത്തതിനല്ല കേട്ടോ. ആര്യൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആര്യൻ അത് കുറ്റമേക്കുന്നുണ്ട്, ഞാൻ ചെയ്ത തെണ്ടിത്തരമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വളരെ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സംഗതിയെ എത്രത്തോളം വൾഗറാക്കാമോ അത്രത്തോളം വൾഗറാക്കുന്നുണ്ട് ഒനിലിൻ്റെ ടാർഗറ്റ് മുഴുക്ക ഷാനവാസായിരുന്നു. പക്ഷെ ഷാനവാസ് അതിനകത്തേക്ക് ഒന്നും ചാടി കൊടുത്തില്ല. അതുമാത്രമല്ല, അക്ബറിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ആര്യനെ കുറ്റപ്പെടുത്തുന്നതിന് അക്ബർ ആര്യന് എഗൻസ്റ്റും പറയുന്നില്ല, സപ്പോർട്ടും പറയുന്നത് മിണ്ടാതിരിക്കുന്നു. ആ ഒരു കാഴ്ചയ്ക്കാണ് ശവന്തീനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാനവാസ് വന്ന് ബഹളം വയ്ക്കുന്നത്. പക്ഷെ ഒനിൽ എന്ന ക്യാരക്ടർ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അഭിഷേക്. ജിഷിനും ഒരു വിധത്തിൽ ഓക്കെയാണ്. പക്ഷെ ജിഷിൻ്റെ ആ ഫുഡ് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിലൊക്കെ തന്നെ ഒനിൽ നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഒനിൽ വെറും മോശപ്പെട്ട രീതിയിലാണ് ജിഷിനെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒനിലിൻ്റെ ഫാൻസ് ഒക്കെ പുറത്ത് കിടന്ന് ജിഷിനെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പം ജിഷിൻ്റെ വൈഫ് അതിനെപ്പറ്റി റിലേറ്റ് ചെയ്തിട്ട് ഒരു സംഗതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ആഹാരം ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ്. അത് നോൺ വെജ് ആയാലും വെജ് ആയാലും ചിലരത് അവരുടെ കസ്റ്റമിന്റെ ഭാഗമായി ജന്മന മുതൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാകും. എന്ത് തന്നെയാണെങ്കിലും ഒനിലിന്റെ PR വർക്കേഴ്സ് ഇതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത് ജിഷിനൊരു സംഖ്യ ആയതുകൊണ്ടെന്നാണ്. ഈശ്വര വിശ്വാസികളായ ആൾക്കാർ സംഖ്യകളാണെന്ന് വരുത്തി തീർക്കുന്നത് ചില കുതന്ത്രക്കാരുടെ ഒരു പണിയാണ്. എന്റെ പുറകിൽ ഈ ഒരു ബിംബം കണ്ടാൽ ഞാൻ സംഖ്യയാണെന്ന് പറയുന്ന ലോകത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് അറിയാം. ഏഷ്യാനെറ്റും ലാലേട്ടനും ബിഗ് ബോസും ഇത് വളരെയധികം കെയർ ചെയ്യണം. ബിഗ് ബോസിനോട് പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമാണ് ജിഷിനെ പറ്റി ഒനിലിന്റെ PR വർക്കേഴ്സ് പറഞ്ഞ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. എനിക്ക് അതിനോട്ട് അഭിപ്രായമില്ല. ജിഷിൻ പുറത്തു പോകാനുള്ള കാരണം ജിഷിൻ അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക, താൻ എന്തോ സ്പെഷ്യാലിറ്റി ഉള്ള ഒരാളാണെന്ന് അവിടെ പുള്ളി സ്ഥാപിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അതൊരു വലിയ ബേർഡൻ ആകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പുറത്തേക്ക് വിട്ടത്. ഇപ്പം ജിഷിൻ്റെ പോലെ തന്നെ ജിസേലും ഉണ്ട് അവിടെ. ജിസേല് വെജിറ്റേറിയൻ ആണ്. ജിസേൽ ആ രീതിയിൽ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ജിസേലും ഔട്ടാവും. കാരണം 4 നിൽക്കുക എന്നുള്ളതാണ് ആ ഒരു ഷോയുടെ തന്നെ ഒരു ഇത്. ഷോ പറയുന്നത് തന്നെ അതാണ്, നിങ്ങൾ എല്ലാവർക്കൊപ്പം നിൽക്കുക. സർവൈവൽ ടാസ്ക്കാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. ഇത്രയും പേര് ക്രൗഡഡ് ആയിട്ടുള്ള ഒരിടത്തേക്ക് ഒരു രീതിയിലുള്ള പുറത്തുനിന്നുള്ള ലോകത്തിൻ്റെ ഗതി അറിയാതെ, വിധി അറിയാതെ, സമയം അറിയാതെ അതിനകത്ത് പെട്ടുപോകുന്ന മനുഷ്യർ പരസ്പരം നന്നായി സഹകരിച്ചു. എന്നാൽ ഒറ്റ കുത്തിയും ഒരാൾ അവരെ എല്ലാം ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അതിൽ നിന്നൊരു വിന്നറായി വരികയും വേണം എന്നുള്ളതാണ്. ഇതൊരു റിസ്കി ഗെയിമാണ്. ആ ഗെയിമിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇന്നതേ തിന്നൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ബിഗ് ബോസ് ഷോയിലേക്ക് പോകുമ്പോൾ കാണിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. അതൊരു ഷോയാണ്. ആ ഷോയ്ക്കകത്ത് എന്ന് പറയുന്നത് സർവൈവൽ ടാസ്ക് ഏറ്റവും കൂടുതലുള്ളൊരു ഷോയാണ്. അപ്പോൾ അതിനകത്ത് പോയിട്ട് ഞാൻ ഇന്നതേ കഴിക്കൂ, ഇന്നതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ആ ടാസ്ക് എന്താണ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ജിഷിനെ അവിടുന്ന് പുറത്തേക്ക് വരേണ്ടി വന്നത്. പക്ഷേ ഒനിലിൻ്റെ ആരാധകർ, പുരോഗമനവാദികൾ അയാളെ സംഖ്യയാക്കിക്കൊണ്ട് അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി കേട്ടോ. പക്ഷേ ഈ സ്ത്രീ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവർ പറയുന്നത് എൻ്റെ ബാക്കിലൊരു വിഗ്രഹം കണ്ടാൽ ഞാൻ സംഖ്യ, അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് അമിതമായിട്ട് പ്രാർത്ഥനയും അതിനോട് ഉള്ള കാര്യങ്ങളും ഒക്കെ തോന്നിയോണ്ട് അയാൾ സംഗീ എന്നല്ല പറയുന്നത്. സംഗീതം വിളമ്പുമ്പോഴാണ് നമ്മൾ സംഗീ എന്ന് പറയുക. അത്തരത്തിലാണെങ്കിൽ അവിടെ ഈ ഈശ്വരവിശ്വാസം കൂടുതലുള്ളത് മന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെ പറ്റിയൊക്കെ പറയുന്ന അനുവാണല്ലോ. സംഗീ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഇതൊന്നുമല്ല. ഒനിലിൻ്റെ ആൾക്കാരത് പറയുന്നുണ്ടെങ്കിൽ ഒനിലിന് അതുപോലത്തെ ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ്. അത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ പറയുന്ന ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും ഒനിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു ക്യാരക്ടർ ഇല്ലാന്ന് പ്രൂഫ് ചെയ്ത 1-2 കാര്യങ്ങളും കൂടെ പറയാം. ബിന്നിയുടെ ഹസ്ബൻഡ് വന്നു. ഒനിൽ കിടക്കുന്ന ബെഡാണ് അവർ ഡെക്കർ ചെയ്ത് വെച്ചത്. ഒനിൽ അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് ലൈവിലായിരുന്നു കേട്ടോ, എപ്പിസോഡിലല്ല. അത് എങ്ങനെ അവർ എടുക്കും? അതായത് അവിടേക്കൊരു ഭാര്യയും ഭർത്താവും വരികയാണ്. ആ ബെഡൊന്ന് മാറി കൊടുത്തൊന്നും പറഞ്ഞാൽ എന്താ പ്രശ്നം വരാതിരിക്കുന്നത്? ഒന്നുമില്ല. പക്ഷേ ഒനിൽ അതിനെ ഒരു മുട്ടാന്യായം പറയുന്നുണ്ട്. ആ ഭാഗം പിന്നീട് എപ്പിസോഡിൽ കാണിച്ചില്ല. സത്യത്തിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഒനിൽ അതിനെതിരായിട്ട് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ ബെഡ് തരാൻ ഒക്കത്തില്ല. 2 ബെഡ് ചേർത്തിട്ടാണ് പിന്നീട് അവരൊരു ബെഡാക്കി, സിംഗിൾ ബെഡ് 2 ആക്കി ഒറ്റ ബെഡാക്കി അവർ ഉപയോഗിക്കുന്നത്.
അങ്ങനെയൊന്ന് ആക്കി കൊടുത്തത് ഒനിലാണ്. അത് അസൂയ കൊണ്ട് മാത്രമാണ്. രണ്ടാമത്, ഏതവസരം കിട്ടിയാലും ലക്ഷ്മിയായിട്ട് കുത്തും. ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായ അക്സെപ്റ്റൻസ് ഉണ്ടാവത്തില്ല. ലക്ഷ്മി പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ഒരു വാദമല്ലേ. ഇയാളുടെ പുരോഗമനവാദം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ലക്ഷ്മിക്കും ലക്ഷ്മിയുടേതായ ഫേക്കാണോ അല്ലയോ എന്ന് സെക്കൻഡറി, പക്ഷെ അങ്ങനെ ഒരു വാദം ഉണ്ടാവത്തില്ലേ. അപ്പം ആ വാദം അത് അംഗീകരിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പം ഒനിൽ പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ, ഈ രണ്ട് വിഷയത്തിൽ എനിക്ക് ഭയങ്കര ഒബ്ജക്ഷൻ ഉണ്ട്. ഇനി ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പ്രശ്നം ഫുഡിൻ്റെ കേസ്. അയാൾ നന്നായിട്ടൊരു ഫുഡ് ലവിങ് പേഴ്സൺ ആണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അയാളുടെ ജോബ് ഉള്ളത്. ഫുഡ് സെർവ് ചെയ്യുന്നതിൽ നല്ല ഒരാളുടെ വിശപ്പിനനുസരിച്ചിട്ട് ആഹാരം കൊടുക്കുന്നില്ലേ, അത് വലിയ കമൻ്റ് ഒന്നും പറയാൻ പോകണ്ട. ആ പ്രസൻറ്റിൽ ആ സിറ്റുവേഷനിൽ അവിടെ പറഞ്ഞാൽ കുഴപ്പമില്ല. പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ കുഴപ്പമില്ല. പിന്നീട് വന്നിരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് പറഞ്ഞത് കേട്ടോ. ജിഷിനും പുറത്തു പോകാനും അഭിലാഷ് പുറത്തു പോകാനുമുള്ള കാരണം ഈ പുരോഗമനവാദിയാണ്. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുരോഗമനവാദി ഇരുന്നു കൊണ്ട് ആര്യനെയും ജിഷേലിനെയും കുറ്റപ്പെടുത്തി പറഞ്ഞ് ആ പിള്ളേരെ കൊണ്ട് വേണ്ടാത്തത് പറയിച്ചത് ഈ ഒനിലാണ്. ഒനിലിൻ്റെ കൂട്ടുകെട്ട് ആർക്കുണ്ടോ വിചാരിച്ചോ അവർ ഔട്ടാവും. ഒരാർക്കും വേണ്ട. അവൻ അത്രത്തോളം ക്രൂക്കഡായ ഒരു വ്യക്തിയാണ്. അവൻ ചെയ്ത ചെയ്ത്ത് എന്താണെന്ന് അവൻ ഇതുവരെ അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പുറത്തു വരുമ്പോഴെങ്കിലും ചെയ്യണം. അവൻ മസ്താനിയോട് മാപ്പാണ് പറയേണ്ടത്. മസ്താനിയെ ടാർണിഷ് ചെയ്തു എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാനിപ്പോഴും മസ്താനിക്കൊപ്പമാണ് ആ വിഷയത്തിൽ. അവർക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാകും, മറ്റു കാര്യങ്ങളല്ല കേട്ടോ, ഇങ്ങനെ പിടിച്ചതിൻ്റെ കേസിൽ. അപ്പം ഒനിൽ എന്ന വ്യക്തിക്ക് യാതൊരു വ്യക്തിത്വം ഇല്ലയെന്ന് അയാൾ പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ലക്ഷ്മി പറഞ്ഞാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ലക്ഷ്മിയും കൂടെ അവിടുന്ന് പുറത്താക്കി അയാൾക്ക് ഭയങ്കര സന്തോഷമാവുമായിരിക്കും അല്ലേ. ബിന്നി അയാളോട് എന്ത് ചെയ്തു? ബിന്നി അയാളോട് ഏറ്റവും കൂടുതൽ നിന്ന് അടുത്ത് നിന്ന ആളല്ലേ. ബിന്നിയുടെ ഭർത്താവ് വന്നപ്പം ആ ബെഡൊന്ന് മാറി കൊടുത്താൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അതെന്തത്ര ഇത്? അപ്പം ഒരാളോടും കോംപ്രമൈസ് ആകാതെ വല്ലാത്തൊരു ക്യാരക്ടറുമായി നിൽക്കുന്നത് അയാൾ തന്നെയാണ്. എനിക്കതുകൊണ്ട് ഒനിലിനെ തീരെ ഇഷ്ടമില്ല. ഒനിൽ തന്നെയാണ് ജിഷിൻ പുറത്തു പോകാനുള്ള കാരണം. അത് സംഗീസം കൊണ്ടൊന്നുമല്ല, ഒനിൽ തന്നെയാണ്. ഒനിലിൻ്റെ കൈയിരിപ്പ്, ഒനിലിൻ്റെ കുത്തിത്തിരിപ്പിൽ അയാൾ പോയി ചാടിക്കൊടുത്തത് കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു നഷ്ടം വന്നത്. നഷ്ടം എന്തായാലും ജിഷിനാണ്. ഇത്ര നേരത്തെ അയാൾക്ക് പുറത്ത് പോകേണ്ട ആളൊന്നും, ജിഷിൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളായിരുന്നു. ഒനിലിനെ കാട്ടി നന്നായിട്ട് കളിക്കുന്ന ഒരാൾ തന്നെയാണ് ജിഷിൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.